ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൺ പീസിലെ 8ാമത്തെ സാഗയായിട്ടുള്ള ഡ്രസ്റോസ സാഗയാണ്. സോ നിങ്ങൾ ഇതിനു മുമ്പുള്ള സാഗകളുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വലിയ പോഡ്കാസ്റ്റും അതിന്റെ കൂടെ തന്നെ ഒരു പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. എങ്കിലേ കഥ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. സോ നമ്മളിപ്പോൾ വൺ പീസിന്റെ 8ാമത്തെ സാഗയായിട്ടുള്ള ഡ്രസ്റോസയിലേക്ക് എത്തി. ഇനി ഈ സാഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ എക്സ്പ്ലനേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി നല്ലൊരു വില്ലനെ കണ്ടിട്ട്, അതായത് സ്കൈ ഐലൻഡ് അതുപോലെ അലാബസ്റ്റ, ഇതിലൊക്കെ നമ്മൾ നല്ലൊരു വില്ലനെ കണ്ടിട്ടുള്ളൂ. ക്രോക്കോഡൈൽ അതുപോലെ ഇനയിൽ ഇവരൊക്കെ നല്ലതുപോലെ ആ കഥയിൽ ഒരുപാട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വില്ലന്മാരാണ്. അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്ന ആ ടൈറ്റിലിനെ 100% നീതി പുലർത്തിയ ക്യാരക്ടേഴ്സ് ആണ്. പേരെടുത്ത് പറയത്തക്ക രീതിയിലുള്ള വില്ലന്മാരാണ്. ഇതുപോലെയുള്ള ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വില്ലന്മാരെ ഈ രണ്ട് സാഗയ്ക്ക് ശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. വാട്ടർ 7, അതിനുശേഷം വന്ന ത്രില്ലർ ബാർക്കിനെ പറ്റി പിന്നെ പറയണ്ട. അത് കഴിഞ്ഞ് വന്നതാണ് മറൈൻഫോർഡിൽ ഈ പറഞ്ഞ വില്ലത്തരം കാണിക്കാൻ പോലും സമയമില്ല. അതിൽ പടപടയെന്ന് പറഞ്ഞ എപ്പിസോഡ് പോവായിരുന്നു. പിന്നെ നമ്മൾ ആകെപ്പോകെ ഒന്ന് ചെകഞ്ഞു നോക്കി എടുക്കുകയാണെങ്കിൽ ഒരു പേരിനൊരു ബ്ലാക്ക് ബിയർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് ബിയർഡ് വന്നതും പോയതും നമ്മൾ അറിഞ്ഞില്ല. എന്നാലും ബ്ലാക്ക് ബിയർഡിന്റെ ആ ക്യാരക്ടർ അത് വില്ലൻ ക്യാരക്ടേഴ്സിനോട് ചേരുന്നുണ്ട്. പക്ഷെ ബ്ലാക്ക് ബിയർഡിന് അധികം സമയം കിട്ടിയില്ല. മറൈൻഫോർഡിന് ശേഷം വന്ന ഫിഷ്മാൻ ഐലൻഡ് സാഗയില് നമ്മളൊരു ഹോഡി ജോൺസിനെ കണ്ടു. വില്ലൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റേതായ ഒരു രീതി വേണ്ടേ. അതുകൊണ്ട് എനിക്ക് ഹോഡി ജോൺസിനെ ഒരുപാട് ബോധിച്ചില്ല. അങ്ങനെ ഈ പറഞ്ഞ കുറച്ച് സാഗകളില് നമുക്ക് പേരെടുത്ത് പറയത്തക്ക രീതിയിലുള്ള വില്ലന്മാരെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ ഡ്രസ്റോസ സാഗയില് നമുക്കൊരു ഒന്നൊന്നര വില്ലൻ ഉണ്ട്. വില്ലൻ എന്ന് പറയുന്ന ആ ടൈറ്റിൽ 100% നീതി പുലർത്തിയ വില്ലൻ. അതിങ്ങനെ നിവർന്ന് കിടക്കുകയാണ് ഈ സാഗ മൊത്തം. വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വില്ലൻ നമുക്ക് തോന്നിപ്പോവും. ഈ ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചു തരുന്ന രീതി ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്ക് സ്റ്റോറി ആയാലും വില്ലത്തരം ആയാലും എല്ലാം ഒന്നിനൊന്നും മെച്ചം. സോ ഇതിൽ നമുക്ക് വില്ലൻ എന്ന് പറയത്തക്ക രീതിയിലുള്ള നല്ലൊരു വില്ലൻ ഉണ്ട്. അതുപോലെ ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് പേര് പോലും മര്യാദയ്ക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനി അടുത്തത്, ഈ സാഗയിൽ 4ഓ 5ഓ ബാക്ക് സ്റ്റോറി വരുന്നുണ്ട്. എല്ലാ ബാക്ക് സ്റ്റോറിയും അതിഗംഭീരം. ഈ ബാക്ക് സ്റ്റോറിയൊക്കെ നമ്മളെ ഇമോഷണൽ ആക്കും, ഒരുപാട് ഇമോഷണൽ ആക്കും. അതിൽ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട്. ഇതിലെ അനിമേഷൻ, പ്രത്യേകിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, ഓരോ സീനും നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങും. അത്രത്തോളം നമ്മളെ ഇമോഷണൽ ആക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. എങ്കിലും ഇത് കണ്ട് നിങ്ങൾ കരയും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇമോഷണൽ ആവും, അത് ഉറപ്പാണ്. അതിനു മാത്രമുള്ള സാധനമൊക്കെ ഇതിലുണ്ട്. ഇതിൽ വരുന്ന എല്ലാ ബാക്ക് സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും തന്നെ മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അടുത്തത്, ഇതിൽ വരുന്ന ഫൈറ്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് ഫൈറ്റ് ഉണ്ട്. അവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് ഫൈറ്റ്. അതൊന്നും എനിക്ക് മര്യാദയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഫൈറ്റ് മാത്രം കാണാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സാഗ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗംഭീര സാഗയാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് അടിച്ചിരുന്ന് കണ്ടു. എന്നിട്ടും എനിക്ക് ഇതിനോട് മടുപ്പ് തോന്നുന്നില്ല. കോമഡി, ആക്ഷൻ, ഇമോഷണൽ എല്ലാം ഉണ്ട്. ഒരു ഗംഭീര സാഗ. സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു സാഗ കാണാൻ ശ്രമിക്കണം. എന്റെ ഈ എക്സ്പ്ലനേഷൻ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് മനസ്സിലാവാൻ വേണ്ടി മാത്രം എക്സ്പ്ലനേഷൻ കാണുന്നതായിരിക്കും നല്ലത്. ഈ സാഗയുടെ അവസാനം നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഒരു പോയിന്റിൽ വെച്ച് സെപ്പറേറ്റ് ആവുന്നൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അടുത്ത സാഗ വരുന്നത്. അതുകൊണ്ട് ഈ സാഗ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കണ്ടിട്ട് മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ പോയി കാണണം. മനസ്സിലാവാത്തവർക്ക് എക്സ്പ്ലനേഷൻ കാണാം. ഇനി ഈ സാഗയിൽ 2 ആർക്ക് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആർക്കാണ് പങ്ക് ഹസാർഡ് ആർക്ക്. മെയിൻ പ്ലോട്ടിലേക്ക് വേണ്ടത് എന്താണോ അത് പറഞ്ഞു പോകുന്ന ഒരു ആർക്കാണിത്. ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ്. ഇതിന് ശേഷമുള്ള 2ാമത്തെ ആർക്കാണ് ഡ്രസ്റോസ ആർക്ക്. ഈ ആർക്കിലാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാം ഉള്ളത്. അതുകൊണ്ട് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഈ ഒരു സാഗയില് ഫില്ലർ എപ്പിസോഡ് മുഴുവൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൊത്തം 164 കാനോൺ എപ്പിസോഡ്സ് ഉണ്ട്. സോ അത്യാവശ്യം വലിയൊരു സാഗയാണ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ പാർട്ടുകളുടെ എണ്ണവും കൂടും. എനിക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് വീഡിയോയിലും അവസാനത്തെ എൻഡിംഗ് വീഡിയോയിലും മാത്രമേ എനിക്ക് ഇൻട്രോയും ഔട്ട്രോയും പറയാൻ പറ്റുള്ളൂ. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഇൻട്രോയൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ച് അടുത്തടുത്ത് വരാൻ പോകുന്ന വീഡിയോസിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ ഒരു 3K ലൈക്ക് ചലഞ്ച് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ഈ ഒരു ലൈക്ക് ചലഞ്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്ക് ആയെന്ന് കമന്റും കൂടെ ചെയ്യണം. സോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. The One Piece. കഴിഞ്ഞ എപ്പിസോഡിൽ ഫിഷ്മാൻ ഐലൻഡിൽ നിന്ന് ന്യൂ വേൾഡിലേക്ക് പുറപ്പെടുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അവസാനം ലോകത്തിന്റെ മറ്റൊരു പകുതിയായിട്ടുള്ള ന്യൂ വേൾഡിലേക്ക് എത്തി. ഇവിടെ ഇനി എന്തൊക്കെ സംഭവിക്കും, ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, ഐലൻഡുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് അറിയില്ല. അതുകൊണ്ട് മുന്നോട്ട് പോകും തോറും കൂടുതൽ കാര്യങ്ങൾ അവർ സൂക്ഷിക്കണം. പണ്ടത്തതുപോലെ എടുത്തു ചാടി ചെയ്താൽ അവരെല്ലാവരും കൂടുതൽ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടും. പക്ഷേ നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ ലൂഫിയെ അറിയാലോ. പുള്ളിക്കാരനൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാ അത് ചെയ്തിരിക്കും. ഇപ്പൊ ന്യൂ വേൾഡിലേക്ക് എത്തിയ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് കാലാവസ്ഥയുടെ ഓരോ പ്രതിസന്ധികളും മറികടന്ന് അവസാനം എല്ലാവരും ഒരു ഐലൻഡ് കണ്ടു. ഒരു
കത്തുന്ന ഐലൻഡ്. ആ ഐലൻഡ് കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരുപാട് അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആ ഐലൻഡിന് ചുറ്റുമുള്ള വെള്ളം വരെ കത്തുന്നുണ്ട്. ഐലൻഡ് മുഴുവൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ആർക്കും പെട്ടെന്ന് ഈ ഐലൻഡിന്റെ അകത്തേക്ക് കയറാൻ സാധിക്കില്ല. ആ ഐലൻഡ് മുഴുവൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തീ കത്തുന്നതുകൊണ്ട് അതിനടുത്തുള്ള മീനുകൾ വരെ ചത്തുപൊന്തി. ഇപ്പൊ ഈ ഐലൻഡ് കാണുന്ന നമ്മുടെ ലൂഫിക്ക് അവിടെ എത്രയും പെട്ടെന്ന് അതിന്റെ അകത്തേക്ക് പോകണമെന്ന് പറയുന്നു. പക്ഷെ നാമി ലൂഫിയോട് അവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു. കാരണം അവളുടെ കയ്യിലുള്ള ലോക്ക് പോസ്റ്റിലെ 3 നീഡിലും ഈ ഒരു ഐലൻഡിലേക്ക് കാണിക്കുന്നില്ല. അതുകൊണ്ട് അവരവിടേക്ക് പോകണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അവരുടെ കപ്പലിലെ ട്രാൻസ്പോണ്ടർ സ്നേഹിലേക്ക് ആരോ വിളിച്ചു. ഇത് മറൈൻസിന്റെ ഒരു കെണിയായിരിക്കും. മറൈൻസ് അടുത്തുള്ള പൈററ്റ്സിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് റോബിൻ ആ ഫോൺ എടുക്കണ്ടെന്ന് ലൂഫിയോട് പറയുന്നുണ്ട്. പക്ഷെ ലൂഫി ഫോൺ എടുത്തു. ഹലോ, എന്റെ പേര് മോങ്കി ഡി ലൂഫി, ഞാനാണ് കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോകുന്നവൻ എന്ന് എടുത്തടിച്ച് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. അപ്പൊ അവരെ വിളിക്കുന്ന ആളാവട്ടെ അവരോട് അയാളെ രക്ഷിക്കാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അയാൾക്ക് എത്രയും പെട്ടെന്ന് സഹായം വേണം. അപ്പൊ ലൂഫി, നിങ്ങൾ ആരാ? ഇതേതാ സ്ഥലം? നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ടേ? അതിനയാള്, എനിക്ക് തണുക്കുന്നുണ്ട്, അതുപോലെ ഇവിടെ വെച്ച് എന്നൊരു സാമുറായി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് പങ്ക് ഹസാർഡ് എന്ന് അയാൾ പറഞ്ഞു തീർന്നതും ആരോ അയാളെ വെട്ടിക്കൊന്നു. അയാൾ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ തണുപ്പാണെന്നും ഒരു സാമുറായി അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് ബ്രൂക്ക് അവൻ അറിയുന്ന കാര്യം സാമുറായി ആരാണെന്ന് സ്ട്രോ ഹാറ്റ്സിന് പറഞ്ഞു കൊടുക്കും. ഈ ന്യൂ വേൾഡിലെ കിങ്ഡം ഓഫ് വാനോ അല്ലെങ്കിൽ ലാൻഡ് ഓഫ് വാനോ എന്ന് പറയും. ഈ കിങ്ഡം ഓഫ് വാനോയിലുള്ള സോർട്സ്മാനെയാണ് സാമുറായി എന്ന് പറയുന്നത്. അതുപോലെ അവർ ഒരുപാട് സ്ട്രോങ് ആയിരിക്കും. കൂടാതെ ഈ കിങ്ഡം ഓഫ് വാനോ വേൾഡ് ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ടില്ല. അതായത് വേൾഡ് ഗവൺമെന്റിന്റെ കൂടെയുള്ള 20 രാജ്യങ്ങളിൽ വേൾഡ് ഗവൺമെന്റിന്റെ താഴെയുള്ള 20 രാജ്യങ്ങളിൽ ഈ വാനോ ഇല്ല. അതുപോലെ മറൈൻസ് അവിടേക്ക് എത്ര കയറാൻ ശ്രമിച്ചിട്ടും അവർക്ക് അതിന്റെ അകത്തേക്ക് ഇതുവരെ കയറാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കിങ്ഡം ഓഫ് വാനോ. അവിടെയുള്ള സോർട്സ്മാൻസ് ആണ് സാമുറായി. ഇതൊക്കെ കേട്ട് സോറോയ്ക്ക് ആവട്ടെ പണ്ട് ത്രില്ലർ ബർഗിൽ വെച്ച് സാമുറായി ആയിരുന്ന റൂമ അദ്ദേഹം തന്റെ കട്ടാന ഷുസുയി സോറോയ്ക്ക് കൊടുത്ത കാര്യം ആലോചിക്കുന്നുണ്ട്. അതായത് അദ്ദേഹവും ലാൻഡ് ഓഫ് വാനോയിലെ സാമുറായി ആണ്. ഇപ്പൊ അവസാനം നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. അതായത് ഈ ഐലൻഡിന്റെ അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. പക്ഷേ സ്ട്രോ ഹാറ്റ്സ് മുഴുവനും പോകുന്നില്ല. അവർക്കിപ്പോ ഈ ഐലൻഡിനെ കുറിച്ച് ഒരു കാര്യം അറിയില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഒന്നും അറിയാതെ ഒരു ഐലൻഡിലേക്ക് കയറി ചെല്ലുന്നത് പിന്നീട് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ കുറച്ച് പേര് മാത്രം ഐലൻഡിലേക്ക് പോകും. എന്നിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് അറിയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരും ഐലൻഡിലേക്ക് വരും. ഇപ്പൊ ഈ ഐലൻഡിനെ കുറിച്ച് അറിയാൻ അതിന്റെ അകത്തേക്ക് പോകുന്ന ടീം ലൂഫി, സോറോ, ഊസോപ്പ്, റോബിൻ ഇവര് 4 പേരുമാണ് ഐലൻഡിന്റെ അകത്തേക്ക് പോകുന്നത്. ബാക്കിയുള്ള ക്രൂ കപ്പലിൽ തന്നെ ഇരിക്കും. ഇപ്പൊ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഐലൻഡിലേക്ക് അവർക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നാമി അവർക്കെല്ലാവർക്കും പോകാൻ വേണ്ടി ഒരു മേഘത്തിന്റെ വഴി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് എല്ലാവരും 1000 സണ്ണിയിലുള്ള ഒരു മിനി മേരി ബോട്ട് ഉപയോഗിച്ച് നാമി ഉണ്ടാക്കി കൊടുത്ത വഴിയിലൂടെ അവർ അവസാനം ആ ഐലൻഡിലേക്ക് എത്തി. അവിടേക്ക് കയറാനുള്ള ഭാഗത്ത് ഈ ഐലൻഡിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, പങ്ക് ഹസാർഡ്. കൂടാതെ അതിന്റെ തൊട്ട് താഴെ ഇവിടേക്ക് കയറാൻ പാടില്ല, ഡേഞ്ചർ ആണ് എന്ന് പറഞ്ഞ് മറൈൻസും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഡേഞ്ചറിന്റെ സിമ്പിളുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് പേടിക്കും. എവിടെ പേടിക്കാൻ, ആര് പേടിക്കാൻ? ഡേഞ്ചർ എന്നൊരു ബോർഡ് കാണുമ്പോൾ ലൂഫിക്ക് ഒന്നുകൂടെ സന്തോഷമാവേ ഉള്ളൂ. ലൂഫിയുടെ സന്തോഷമാണ് വൈസ് ക്യാപ്റ്റന്റെ സന്തോഷം. അതുകൊണ്ട് ആ ഗേറ്റ് ചവിട്ടി പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോറോ അതങ്ങ് വെട്ടിമുറിച്ചു. അങ്ങനെ അവർ 4 പേരും ഈ ചൂടായിട്ടുള്ള ഐലൻഡിന്റെ അകത്തേക്ക് നടന്നു പോകുന്നു. ഇതേ സമയത്ത് ഈ ഐലൻഡിന്റെ പരിസരത്ത് തന്നെ മറൈൻസിന്റെ ഒരു കപ്പലുണ്ട്. ആ കപ്പലിൽ ആരാണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ സ്മോക്കർ, അതുപോലെ ടെഷിങ്കി. ക്യാപ്റ്റൻ സ്മോക്കർ ഇപ്പൊ ക്യാപ്റ്റൻ അല്ല, പകരം വൈസ് അഡ്മിറൽ ആയി. അതുപോലെ ടെഷിങ്കി ക്യാപ്റ്റൻ ആയി. ഇപ്പൊ അവർ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് വെച്ചാൽ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി. ഫിഷ്മാൻ ഐലൻഡിൽ വെച്ച് സ്ട്രോ ഹാറ്റ്സ് ന്യൂ വേൾഡിലേക്ക് വരാനിരുന്ന കുറച്ച് പൈററ്റ്സിനെ രക്ഷപ്പെടുത്തിയിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ന്യൂ വേൾഡിലേക്ക് വന്ന അവരെ ഈ ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ആൾക്കാർ പിടിച്ചു. അങ്ങനെ അവർക്ക് സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു. സ്ട്രോ ഹാറ്റ്സ് ന്യൂ വേൾഡിലേക്ക് വന്നു എന്നുള്ള കാര്യം ക്യാപ്റ്റൻ സ്മോക്കറിന് മനസ്സിലായി. ക്യാപ്റ്റൻ സ്മോക്കർ അല്ല, വൈസ് അഡ്മിറൽ സ്മോക്കർ ആണ്. പക്ഷെ പറയാൻ ഒന്നുകൂടെ സുഖം ക്യാപ്റ്റൻ സ്മോക്കർ തന്നെയാണ്. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് ന്യൂ വേൾഡിലേക്ക് വന്നു എന്നുള്ള കാര്യം ക്യാപ്റ്റൻ സ്മോക്കറിന് മനസ്സിലായി. അത് കൂടാതെ ഈ പങ്കസാഡിൽ നിന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് ട്രാൻസ്പോണ്ടർ സ്നേഹിൽ വഴി ഒരു കോൾ വന്നില്ലേ, അതിൽ അവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ആൾക്കാർക്ക് കിട്ടി. അതുകൊണ്ട് ആ റെക്കോർഡ് വഴി ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് എവിടെയാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത്രയും നല്ല അവസരം ആരെങ്കിലും പാഴാക്കുമോ? അതുകൊണ്ട് ക്യാപ്റ്റൻ സ്മോക്കറും അദ്ദേഹത്തിന്റെ ആൾക്കാരും സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി പങ്കസാഡിലേക്ക് വരുന്നു. ഇവിടെ പങ്കസാഡിലേക്ക് വന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് പതിയെ നടന്നു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഡ്രാഗൺ അവരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതിനെ കാണുന്ന അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഈ ലോകത്ത് ഡ്രാഗൺസ് ഇല്ല. ഡ്രാഗൺസ് ഒക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് ഇല്ലാതായതാണ്. അത് വെറും ഒരു കെട്ടുകഥയാണ്. പക്ഷെ ഇപ്പൊ ഇത്രയും വലിയൊരു ഡ്രാഗൺ അവരുടെ മുമ്പിലേക്ക് വന്ന് നിന്നപ്പോ അവരെ അറ്റാക്ക് ചെയ്തപ്പോ അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനെ കണ്ട ലൂഫിക്കാവട്ടെ ഒടുക്കത്തെ സന്തോഷം. കാരണം അതിനെ പിടിച്ച് തിന്നാലോ. ആ വന്ന ഡ്രാഗൺ അവർക്ക് നേരെ പെട്ടെന്ന് തീ തുപ്പി. അതുകൊണ്ട് ലൂഫി ഗിയർ 2 യൂസ് ചെയ്ത് ആ ഡ്രാഗനെ അടിച്ചു. പക്ഷെ ആ ഡ്രാഗൻ ഒന്നും പറ്റുന്നില്ല. അതുപോലെ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ ഡ്രാഗൻ മുകളിലേക്ക് പറന്നു. ഈ സമയത്ത് അവരോട് പെട്ടെന്ന് ഡ്രാഗൻ സംസാരിക്കുന്നു. നിങ്ങൾക്ക് 7 വാർലോഡ്സിലെ ആരെങ്കിലും അറിയോ? നിങ്ങൾ വാർലോഡിന്റെ ആരെങ്കിലും ആണോ? അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു ഡ്രാഗൺ എങ്ങനെ സംസാരിക്കും? ആരായാലും ഷോക്കാവില്ലേ? അതുപോലെ 7 വാർലോഡ്സിനെ അറിയോന്ന് ചോദിച്ച കാര്യം അതും അവർക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ആ ഡ്രാഗൺ എന്നിട്ട് അവരെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യുമ്പോൾ അവസാനം ലൂഫി ആ ഡ്രാഗന്റെ ചിറക് അതിനെ കൊണ്ട് തന്നെ നശിപ്പിച്ചു. ശേഷം നിലത്തേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഡ്രാഗനെ സോറോ ഒറ്റ വെട്ടിനെ അതിന്റെ കഴുത്ത് 2 ആക്കി മുറിച്ചു. അങ്ങനെ അവർ ആ ഡ്രാഗനെ കൊന്നു. ഇതേ സമയത്ത് പുറത്ത് ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് കപ്പലിലിരിക്കുമ്പോൾ കുറച്ച് മാസ്ക് വെച്ച ആൾക്കാര് അവര് കാണാതെ കപ്പലിന്റെ അകത്തേക്ക് കയറി. ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ ബോധം കളയാൻ വേണ്ടി കപ്പലിലേക്ക് ഒരു വിഷവാതകം തുറന്നു വിട്ടു, ഒരു സ്മോക്ക് പോലെ. ആ വിഷവാതകം മുഴുവൻ കപ്പലിലാകെ പരന്നു. അത് ശ്വസിക്കുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ എല്ലാം ബോധവും നഷ്ടപ്പെടുന്നു. എന്നിട്ട് കപ്പലിൽ കയറിയ ആൾക്കാര്
ബോധം നഷ്ടപ്പെട്ട നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അവരുടെ ഏതോ മാസ്റ്ററിന്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ ആ മാസ്റ്റർ ആരാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. ഇവിടെ ലൂഫിയും ടീമും അവർ കൊന്ന ഡ്രാഗനെ നോക്കുമ്പോൾ ആ ഡ്രാഗന്റെ ദേഹത്ത് ഒരു മനുഷ്യന്റെ പകുതി ശരീരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതായത് ഒരു മനുഷ്യന്റെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം. ആ പകുതി ശരീരത്തിന് ഇപ്പൊ അനക്കമുണ്ട്. ഇത് കാണുന്ന സ്ട്രോ ഹാറ്റ്സിനെ ഇതെങ്ങനെ സംഭവിച്ചെന്നറിയില്ല. അതുപോലെ നേരത്തെ അവരോട് സംസാരിച്ചത് ആ ഡ്രാഗൻ അല്ല, പകരം ഈ പകുതി ശരീരമാണ്. അയാളുടെ ബാക്കിയുള്ള ശരീരം ഡ്രാഗന്റെ അകത്ത് കുടുങ്ങിപ്പോയതാണെന്ന് വിചാരിച്ച് ലൂഫി അയാളുടെ കാല് പിടിച്ചു വലിച്ചു. അങ്ങനെ ആ ഡ്രാഗന്റെ ദേഹത്ത് നിന്ന് ആ പകുതി ബോഡി സെപ്പറേറ്റ് ആയിട്ട് വന്നു. പക്ഷെ ബാക്കി പകുതി കാണാനില്ല. അതെവിടെയാണെന്ന് അവർക്കറിയില്ല. അയാളുടെ ബോഡി എങ്ങനെയാണ് മുറിഞ്ഞു പോയതെന്നും അവർക്കറിയില്ല. അതുകൂടാതെ ഈ പകുതി ബോഡി സംസാരിക്കുന്നുണ്ട്. അയാൾക്ക് ഏതോ ഒരു വാർലോഡിനോട് ദേഷ്യമുണ്ട്. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് അവിടെ ഓടി പോകുന്നു. പക്ഷെ ലൂഫി വിടുന്നില്ല. ലൂഫി അയാളുടെ പുറകെ ചെന്ന് അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ അവസാനം ആ പകുതി ശരീരം ലൂഫിയുടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ചു. ഇപ്പൊ ലൂഫിയെ കാണാൻ ഒരു സെന്റോറിനെ പോലെയുണ്ട്. സെന്റോർ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരു ക്യാരക്ടറാണ്. പകുതി ശരീരം മനുഷ്യന്റെ പോലെയും ബാക്കി പകുതി ശരീരം കുതിരയുടേതുപോലെയും. ഇതിൽ ലൂഫിക്ക് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. അവന്റെ പകുതി ശരീരം കുതിരയുടെ പകുതി പോലെയല്ലോ. എന്നിരുന്നാലും ലൂഫിയുടെ പുതിയ രൂപം അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ അങ്ങനെയാണല്ലോ. തുടർന്ന് ലൂഫിയും ബാക്കിയുള്ളവരും മുന്നോട്ട് നടന്നു പോകുമ്പോൾ അവർ ഈ ഐലൻഡിന്റെ മറ്റൊരു പകുതി കണ്ടു. എപ്പോഴും മഞ്ഞ് പെയ്യുന്ന ഐസ് കൊണ്ട് മാത്രമുള്ള തണുത്ത സ്ഥലം. അവരിപ്പോ നിൽക്കുന്നത് ചൂടുള്ള സ്ഥലമാണ്. എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്ത് തണുത്ത സ്ഥലവും. അതായത് ഈ ഐലൻഡ് രണ്ട് പകുതിയാണ്. ഒന്ന് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ചൂടുള്ള സ്ഥലവും മറ്റൊന്ന് എപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന തണുപ്പുള്ള സ്ഥലവും. ഇത് കാണുന്ന സ്ട്രോ ഹാറ്റ്സിന് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. നേരത്തെ അവരോട് സഹായം ചോദിച്ച് കപ്പലിലേക്ക് വിളിച്ച മനുഷ്യൻ എനിക്ക് തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. അയാൾ ആ മഞ്ഞുള്ള സ്ഥലത്തായിരുന്നു. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് മനസ്സിലായി. അതുപോലെ കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലൂഫിക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അങ്ങനെ എല്ലാവരും വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിൽ ആ ഐസുള്ള സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ ഊസോപ്പ് മാത്രം ചിറകുള്ളൊരു പെണ്ണിനെ കണ്ടു. അതുകൊണ്ട് ഊസോപ്പ് പേടിച്ച് വരണ്ട് ബാക്കിയുള്ളവർക്ക് അതിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ അപ്പൊ അവിടെ കാണാനില്ല. പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനെ ബോധം കെടുത്തി പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാര് അവരുടെ ബോസിന്റെ അടുത്തേക്ക് ചെന്ന് സ്ട്രോ ഹാറ്റ്സിനെ കാണിച്ചു കൊടുത്തു. അവരുടെ ബോസ് ആവട്ടെ ഒരു പുകയാണ്, ഒരു സ്മോക്കാണ്. അയാൾക്ക് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല, ഒരു സ്മോക്ക്, ഒരു പുക. അവരെ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവന്ന ഈ സ്ഥലം ഒരു ലാബാണ്. സയന്റിസ്റ്റുകൾ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലാബ്. ആ ലാബിൽ തന്നെയുള്ള ഒരു ജയിലില് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അവർ പൂട്ടിയിട്ടു. അവരെല്ലാ സ്ട്രോ ഹാറ്റ്സിനെയും തട്ടിക്കൊണ്ടുവന്ന് പൂട്ടിയിട്ടു. പക്ഷേ അവർ ബ്രൂക്കിനെ മാത്രം കൊണ്ടുവന്നില്ല. കാരണം ബ്രൂക്ക് ഒരു അസ്ഥികൂടമല്ലേ. അതുകൊണ്ട് ബ്രൂക്ക് മരിച്ചുപോയി അവർ വിചാരിച്ചിട്ട് അവർ ബ്രൂക്കിനെ മാത്രം എടുത്തില്ല. അത് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് ബോധം വരുന്ന ബ്രൂക്ക് അവന്റെ മുമ്പിൽ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാത്തിനെയും അങ്ങ് പൂശി. ഇവിടെ ജയിലിൽ പിടിച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ ബോധം വന്നു. അവരുടെ അതേ ജയിലില് പീസായിട്ട് മുറിച്ചു വെച്ച ഒരു തല അവർ കണ്ടു. അതുപോലെ ആ തല അവരോട് സംസാരിക്കുന്നുണ്ട്. അയാൾ എന്നിട്ട് അവരോട് അയാളുടെ മുഖം എങ്ങനെയെങ്കിലും ഒന്ന് പഴയതുപോലെ ആക്കാൻ പറഞ്ഞു. ആ തല നിലത്ത് പസിൽ പോലെ കിടക്കുകയാണ്. അത് പഴയതുപോലെ തിരിച്ചു വെക്കണം. അതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സ് എങ്ങനെയൊക്കെ ചേർത്ത് ആ തല ശരിയാക്കി കൊടുത്തു. ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചു. ഇപ്പൊ അയാളുടെ തല കാണുമ്പോൾ അവർക്ക് അയാൾ ഒരു സാമുറായി ആണെന്ന് മനസ്സിലായി. കാരണം സാമുറായി മാത്രമേ അവരുടെ മുടി ഇതുപോലൊരു പ്രത്യേക രീതിയിൽ വെക്കാറുള്ളൂ. അത് കാണുന്ന അവർക്ക് അയാൾ ഒരു സാമുറായി ആണെന്ന് മനസ്സിലായി. അതുപോലെ നേരത്തെ അവരോട് സഹായം ചോദിച്ച് വിളിച്ച മനുഷ്യനെ വെട്ടിയത് ഇതേ സാമുറായി ആണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അയാളാവട്ടെ താനൊരു പ്രശ്നക്കാരനല്ല, തന്നെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കാതെ താൻ ആരും ഉപദ്രവിക്കില്ല. അതുപോലെ ഇയാളുടെ തല ഇങ്ങനെ ആവാൻ കാരണം ഒരു വാർലോഡാണ്. ഇയാളുടെ തല ആ വാർലോഡ് വെട്ടിയ സമയത്ത് അയാൾ മരിച്ചുപോയി, ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷേ അയാൾ മരിച്ചില്ല. കാരണം ആ വാർലോഡ് എന്തോ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് അയാളുടെ തല വെട്ടിയത്. അതുപോലെ ആ വാർലോഡ് ആരാണെന്നും അയാൾക്ക് അറിയില്ല. ഇപ്പൊ അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സ്ട്രോ ഹാറ്റ്സിനെ അയാൾ അത്ര വലിയ പ്രശ്നക്കാരനല്ലാന്ന് മനസ്സിലായി. ഇതേ സമയത്ത് ഇവിടെ ചൂടുള്ള സ്ഥലത്ത് നിന്ന് നമ്മുടെ ലൂഫിയും ബാക്കിയുള്ള ടീമും ആ തണുത്ത മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഓടി വരുമ്പോൾ ഒരു പുതിയൊരു ക്രീച്ചർ അവരെ അറ്റാക്ക് ചെയ്യുന്നു. അതൊരു സെന്റോർ ആണ്. പക്ഷെ സാധാ സെന്റോറിനെ പോലെയല്ല. അതിന്റെ പകുതി ശരീരം മനുഷ്യന്റേതുപോലെയും ബാക്കി പകുതി ശരീരം കുതിരയുടേതുപോലെയല്ല. പകരം ഒരു പുലിയുടെ പോലെ. അയാളുടെ കാലൊക്കെ പുലിയുടെ കാലാണ്. ഒരു സെന്റോർ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരവും കാലുള്ള ഭാഗം കുതിരയുടേതുപോലെയാണ് വേണ്ടത്. പക്ഷേ ഇത് പുലിയുടെ കാലാണ്. അത് കാണുമ്പോൾ സ്ട്രോ ഹാറ്റ്സിനും പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന്. ഇപ്പൊ അവരെ അറ്റാക്ക് ചെയ്യുന്ന ക്രീച്ചർ ലൂഫിയെ കാണുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നില്ല. കാരണം ലൂഫി ഇപ്പൊ കാണാൻ ഒരു സെന്റോറിനെ പോലെയാണ്. അതുകൊണ്ട് അവരിൽ ഒരാളാണെന്ന് വിചാരിച്ച് അയാൾ ലൂഫിയെ അറ്റാക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ലൂഫി അയാളും ഫ്രണ്ടായി. അയാളോട് സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ നേരത്തെ ഊസോപ്പ് കണ്ട ആ വിചിത്രമായിട്ടുള്ള ചിറകുള്ള പെണ്ണില്ലേ, ആ പെണ്ണാണ് ഇവരോട് സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞത്. അയാൾ ഒറ്റൊരാൾ മാത്രമല്ല, പകരം ജിറാഫിന്റെ കാലുള്ള മറ്റൊരാളും കൂടെ അവിടെയുണ്ട്. ഇതേ സമയത്ത് ഇവിടെ റൂമിൽ പൂട്ടിവെച്ച നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അവർ പൈററ്റ്സ് ആണെന്ന് ആ സാമുറായിയോട് പറഞ്ഞു. അത് കേട്ട സാമുറായിക്ക് കൂടുതൽ ദേഷ്യം വന്നു. കാരണം അയാൾക്ക് പൈററ്റ്സിന് ഇഷ്ടമല്ല. അതുപോലെ റൂമിലുള്ള നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പോഴാണ് അറിയുന്നത് അവരെ പൂട്ടിവെച്ച സ്ഥലം അത് തണുത്ത ഐസുള്ള സ്ഥലമാണെന്ന്. അവരാദ്യം കണ്ടത് ചൂടുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണല്ലോ അവരെ പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഇപ്പൊ അവരുള്ളത് തണുപ്പുള്ള സ്ഥലത്ത്. ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നാമിക്ക് മനസ്സിലായി ഈ ഐലൻഡ് രണ്ട് പകുതിയാണ്. ഒന്ന് തണുപ്പുള്ള സ്ഥലവും ഒന്ന് ചൂടുള്ള സ്ഥലവും. അത് നാമി സ്ട്രോ ഹാറ്റ്സിനും പറഞ്ഞു കൊടുത്തു. ഇനി ഒട്ടും ഇവിടെ നിന്ന് സമയം കളയാനില്ല, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. പക്ഷെ അവർ എത്ര അറ്റാക്ക് ചെയ്താലും അവർക്ക് ആ റൂം തകർക്കാൻ കഴിയില്ല. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ഫ്രാങ്കിയുടെ പവർ ഉപയോഗിച്ച് ആ റൂം തകർക്കാൻ കഴിയും. അതുകൊണ്ട് ഫ്രാങ്കിയുടെ പവർ ഉപയോഗിച്ച് ഫ്രാങ്കി ആ റൂമിന്റെ വാതിൽ പൊളിച്ചു. ഇപ്പൊ ആ സൗണ്ട് കേട്ട് അവിടേക്ക് ഒരുപാട് ഗാർഡ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഓടി പോകുമ്പോൾ സാഞ്ചിക്ക് മാത്രം ആ സാമുറായിയുടെ തല അവിടെ വിട്ടിട്ട് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സാഞ്ചി ആ സാമുറായിയുടെ തലയെടുത്ത് ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെ അവിടുന്ന് ഓടി പോകുന്നു. എന്നിട്ട് അവർ നേരെ വരുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൂമിലേക്കാണ്. പക്ഷെ
അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഷോക്കായി. കാരണം അവർ സാധാ കുട്ടികളല്ല, പകരം ഒരുപാട് വലുപ്പമുള്ള ജയന്റുകളാണ്. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ജയന്റ് കുട്ടികൾ. അതിന്റെ ഇടയിൽ അധികം വലുപ്പമില്ലാത്ത ചെറിയ കുട്ടികളുണ്ട്. അവരെയൊക്കെ കാണുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നിന്നുപോയി. ഇപ്പൊ പുറത്ത് കപ്പലിലുള്ള നമ്മുടെ ബ്രൂക്ക് ഊസോപ്പിനെ വിളിച്ച് അവർക്ക് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു കൂട്ടം മാസ്ക് വെച്ച ആൾക്കാര് അവരെ തട്ടിക്കൊണ്ടുപോയി. അതിൽ ബ്രൂക്കിനെ മാത്രം അവർ കൊണ്ടുപോയില്ല. ഇപ്പൊ ബ്രൂക്കും കപ്പലും ഉള്ളത് ആ തണുപ്പുള്ള സ്ഥലത്താണ്. കൂടാതെ അവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അത് കേട്ട റോബിൻ ആവട്ടെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങി ബ്രൂക്കിനോട് അവരെ കാത്തിരിക്കാൻ പറയുന്നു. ഇതനുസരിച്ച് ബ്രൂക്കും ആ തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി. ഇതേ സമയത്ത് ലൂഫിയുടെ ഫ്രണ്ടായ സെന്റോറിനെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ജിറാഫിന്റെ കാലുള്ള സെന്റോർ വിളിച്ച് അവർ ശരിക്കും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്, അവർ നിന്നെ ശരിക്കും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ കൊല്ലണമെന്ന് പറയുന്നു. അത് കേട്ട പുലിയുടെ കാലുള്ള സെന്റോർ ലൂഫിയെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ അയാളുടെ കൂടെയുള്ള ആളും അവിടേക്ക് വന്ന് സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ സ്ട്രോ ഹാറ്റ്സ് 4 പേരും ചേർന്ന് ആ 2 സെന്റോറിനെ അടിച്ച് താഴെയിട്ടു. അപ്പോഴാണ് അവർ സെന്റോറിന്റെ കയ്യിലുള്ള ആ ട്രാൻസ്പോണ്ടർ സ്നൈൽ കാണുന്നത്. അതുകൊണ്ട് ഇവർ സാധാരണക്കാരല്ല, ഇവരൊന്നും ഒറ്റയ്ക്കല്ല, ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് മനസ്സിലായി. എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് ആ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് അവരെ അടച്ചു വെച്ച ആ റൂം തകർത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട കാര്യം ആ ബോസ് അറിഞ്ഞു. അയാളെ മാസ്റ്റർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇപ്പൊ അവിടേക്ക് വന്ന ആ മാസ്റ്ററിന് അയാൾ പിടിച്ചു വെച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ, അതായത് സ്ട്രോ ഹാറ്റ്സിന്റെ ഇടയിൽ വെഗാപങ്കിന്റെ വെപ്പൺസ് ഉപയോഗിക്കുന്ന ഏതൊരു സൈബോർഗ് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ആ റൂം ഇതുപോലെ തകർക്കണമെങ്കിൽ വെഗാപങ്കിന്റെ വെപ്പൺസ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് വെഗാപങ്കിന്റെ വെപ്പൺ ഉപയോഗിക്കുന്ന ആ സൈബോർഗിനെ അയാൾ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പറയുന്നു. ഇപ്പൊ അയാളുടെ ആൾക്കാരിലെ മറ്റൊരാൾ അവിടേക്ക് ഓടി വന്ന് നേവിയുടെ G5 കപ്പൽ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ക്യാപ്റ്റൻ സ്മോക്കറിന്റെ കപ്പല്. ഇതറിയുന്ന മാസ്റ്റർ അവിടെ അവരിവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി അയാളുടെ ആൾക്കാരോട് ഒരുപാട് പോയിസൺ ഗ്യാസ് പുറത്തേക്ക് തുറന്നു വിടാൻ പറയുന്നു. അവരെ കൊല്ലാനൊന്നും അയാൾക്ക് പ്ലാൻ ഇല്ല. കാരണം അവരെ കൊന്നു കഴിഞ്ഞാൽ അത് വേൾഡ് ഗവൺമെന്റ് അറിയും. അപ്പോൾ അത് ഇതിലേറെ വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് അവരിവിടേക്ക് വരാതിരുന്നാൽ മാത്രം മതി, അവരെ കൊല്ലണ്ടെന്ന് അയാളുടെ ആൾക്കാരോട് പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻ സ്മോക്കറിന്റെ G5 കപ്പൽ അവിടേക്ക് വരുമ്പോൾ ആ മാസ്റ്ററിന്റെ ആൾക്കാര് അയാൾ പറഞ്ഞതുപോലെ ഒരുപാട് പോയിസൺ ഗ്യാസ് തുറന്നു വിടുന്നു. അപ്പൊ അവരുടെ കപ്പലിലുള്ള നേവി സോൾജേഴ്സ് മുഴുവൻ ആ പോയിസൺ ഗ്യാസ് കാരണം ബോധം കെട്ട് താഴെ വീണു. അതുകൊണ്ട് അവർ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്ന് ടഷിങ്കി പറയുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ സ്മോക്കറിനാവട്ടെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ഈ ഐലൻഡിൽ വിഷവാതകം ഇല്ല, ഇവിടെ പോയിസൺ ഗ്യാസ് വരാൻ യാതൊരു സാധ്യതയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഐലൻഡിൽ പണ്ട് ഒരുപാട് പോയിസൺ ഗ്യാസ് ഉണ്ടായിരുന്നു, ആർക്കും ജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ 2 വർഷങ്ങൾക്ക് മുമ്പ് അഡ്മിറൽസ് ആയിരുന്ന ഔക്കിജി അക്കൈനും ഈ ഐലൻഡിൽ വെച്ചായിരുന്നു ഫൈറ്റ് ചെയ്തത്. അവരുടെ ഫൈറ്റ് കാരണം സാധാ ജനങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ ഈ ഐലൻഡ് തെരഞ്ഞെടുത്തത്. എവിടെയാകുമ്പോൾ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അവർക്കിടയിൽ ഇവിടെ വെച്ച് നടന്ന ഫൈറ്റില് ഈ ഐലൻഡ് 2 പകുതിയായിട്ട് മാറി. ഒന്ന് ചൂടുള്ള സ്ഥലവും ഒന്ന് തണുപ്പുള്ള സ്ഥലവും. അതുകൂടാതെ ഇവിടെയുള്ള മുഴുവൻ പോയിസൺ ഗ്യാസും അന്ന് ഇല്ലാതായി. ഈ ഒരു കാര്യം നമ്മുടെ ക്യാപ്റ്റൻ സ്മോക്കറിന് അറിയാം. അതുകൊണ്ട് ക്യാപ്റ്റൻ സ്മോക്കർ ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും അവർ ഈ ഐലൻഡിലേക്ക് കയറും. എന്നിട്ട് ക്യാപ്റ്റൻ സ്മോക്കറും അദ്ദേഹത്തിന്റെ ആൾക്കാരും ആ പോയിസൺ ഗ്യാസ് മറികടക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ഗ്യാസ് മാസ്ക് എടുത്തിട്ടു. അപ്പോഴും അവരെ തടയാൻ വേണ്ടി മാസ്റ്ററിന്റെ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്ന് അവർ ആ ഐലൻഡിലേക്ക് അവസാനം കയറി. ഇപ്പൊ ഇവിടെ സാഞ്ചിയുടെ ടീം എത്തിപ്പെട്ട ആ റൂമിന്റെ പേരാണ് ബിസ്ക്കറ്റ് റൂം. അവിടെയാണ് ആ ജയൻസ് ആയിട്ടുള്ള കുട്ടികളും കളിക്കുന്നത്. കുട്ടികളെ കാണുമ്പോൾ സാഞ്ചിയുടെ ടീമിനൊന്നും മനസ്സിലാവില്ല, അവരെ കാണുന്ന കുട്ടികൾക്കും അവരാരാണെന്നും മനസ്സിലാവില്ല. അപ്പൊ ആ കുട്ടികളെ കാണുന്ന സാമുറായി അയാളുടെ മകൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. കാരണം അയാൾ ഇവിടേക്ക് വന്നത് അയാളുടെ മകനെ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വാർലോഡ് അയാളെ വെട്ടിമുറിച്ചു. ഇതാണ് സാമുറായിക്ക് സംഭവിച്ചത്. കുട്ടികളെ കാണുന്ന അയാളുടെ മകൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ അയാളുടെ മകനെ കാണാനില്ല. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിനെ കാണുന്ന ജയന്റ് ആയിട്ടുള്ള കുട്ടികള് സ്ട്രോ ഹാറ്റ്സിന്റെ കൂട്ടത്തില് ഫ്രാങ്കിയെ കണ്ട് ഫ്രാങ്കിയുടെ കൂടെ കളിക്കാൻ പോകുന്നു. ഫ്രാങ്കിയെ കാണാൻ ഒരു റോബോട്ടിനെ പോലെയാണല്ലോ, അതുകൊണ്ട് അവർക്ക് ഫ്രാങ്കിയെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള ചോപ്പറിനെ കാണുമ്പോൾ ഒരു പെറ്റാണെന്ന് വിചാരിച്ച് അവർക്ക് ചോപ്പറിനെ ഇഷ്ടപ്പെട്ടു. ഈ സമയത്ത് ആ മാസ്റ്ററിന്റെ ആൾക്കാര് ബിസ്ക്കറ്റ് റൂമിലെത്തി നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഇത് മനസ്സിലാക്കുന്ന സാഞ്ചിയുടെ ടീം അവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടിപ്പോകുന്നു. അപ്പൊ അവരോടി പോകുന്നത് കാണുന്ന അവിടെ ഉണ്ടായിരുന്ന ജയന്റ് ആയിട്ടുള്ള കുട്ടികള് ഞങ്ങൾക്കും പുറത്തേക്ക് പോകണം, ഞങ്ങളെ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞ് സ്ട്രോ ഹാറ്റ്സിന്റെ പുറകെ പോവാണ്. പക്ഷേ സ്ട്രോ ഹാറ്റ്സിന്റെ തലയിൽ ഇപ്പോഴേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ ഈ കുട്ടികളെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന് പറയുമ്പോൾ അത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അവരാദ്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ആ കുട്ടികൾ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് തിരിഞ്ഞോടുന്നു. ആ കുട്ടികളുടെ കണ്ണിൽ സ്ട്രോ ഹാറ്റ്സ് നല്ലവരായിട്ടാണ് തോന്നുന്നത്. അവരെ പിടിക്കാൻ വരുന്ന ആൾക്കാർ ദുഷ്ടന്മാരായിട്ടും. അവരെ കാണുമ്പോൾ ആ കുട്ടികൾ പേടിച്ചിട്ടാണ് സ്ട്രോ ഹാറ്റ്സിന്റെ പുറകെ പോകുന്നത്. പക്ഷേ സ്ട്രോ ഹാറ്റ്സ് അവരെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞോടി. അപ്പോൾ ആ കുട്ടികൾ അവരോട് ഞങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കുക, ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം, ഞങ്ങൾക്ക് ഒരു അസുഖവും എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളും അലറി വിളിച്ച് കരയുന്നു. അപ്പൊ അവരുടെ കരച്ചിൽ കേൾക്കുന്ന നാമിക്ക് അവരെ എല്ലാവരെയും അവിടെ വിട്ടിട്ട് വരാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നാമി എല്ലാ കുട്ടികളെ അവരുടെ കൂടെ കൂട്ടി. പക്ഷെ അവരെ പിടിക്കാൻ അവരുടെ പുറകെ വരുന്ന ആൾക്കാര് അവരെ വിടുന്നില്ല. അതുകൊണ്ട് സാഞ്ചിയും ബാക്കിയുള്ളവരും ചേർന്ന് അവരെ പിടിക്കാൻ വരുന്ന ആൾക്കാരെ അടിച്ച് താഴെയിട്ട് അവിടുന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഇതേ സമയം ഇവിടെ ലൂഫിയും ടീമിനും അപ്പുറത്തുള്ള തണുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെയുള്ള വെള്ളത്തിലൂടെ നീന്തിയിട്ട് വേണം പോവാൻ. പക്ഷെ അത്രയും തണുപ്പുള്ള വെള്ളത്തിലൂടെ അവർക്ക് നീന്താൻ കഴിയില്ല. അതുമാത്രമല്ല അവരുടെ കൂടെയുള്ള 2 പേര് ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സ് ആണ്. അതുകൊണ്ട് എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ഊസോപ്പ് അവന്റെ കയ്യിലുള്ള പ്രത്യേകതരം വിത്തുകൾ ഉപയോഗിച്ച് അവർക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ബോട്ട് ഉണ്ടാക്കി. എന്നിട്ട് അവരെല്ലാവരും ആ ബോട്ടിൽ കയറി അപ്പുറത്തെ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് അവരെ തടയാൻ വേണ്ടി വീണ്ടും ഒരുപാട് സെന്റോറുകൾ വരുന്നു. ഇതൊക്കെ ആ മാസ്റ്ററിന്റെ ആൾക്കാരാണ്. അപ്പോൾ ആ സെന്റോറുകളുടെ ബോസ് നമ്മുടെ സോറോയുടെ കയ്യിലുള്ള വാള് കാണുമ്പോൾ അവരുടെ ആൾക്കാരെ നേരത്തെ അറ്റാക്ക് ചെയ്ത സാമുറയാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മുടെ ലൂഫിയും ടീമിനെ അവരവിടേക്ക് കയറാൻ സമ്മതിക്കില്ല. ലൂഫിയും ടീമിനെയും തണുപ്പുള്ള സ്ഥലത്ത് കാത്തിരിക്കാന്ന് പറഞ്ഞ ബ്രൂക്ക് മഞ്ഞുകൊണ്ട്
കൊണ്ടൊരു സ്നോമാനെയൊക്കെ ഉണ്ടാക്കി അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തലയും കാലും ഇല്ലാത്തൊരു ശരീരം ബ്രൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്രൂക്കിനാവട്ടെ ഇതെന്താണെന്ന് പോലും അറിയില്ല. എവിടുന്നൊക്കെയോ ആരൊക്കെയോ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. മനുഷ്യന്മാരാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, പക്ഷെ ഇത് തലയും കാലും ഇല്ലാത്തൊരു ശരീരം. ബ്രൂക്ക് അതിനെ പേടിച്ച് എവിടെയെങ്കിലും ഓടിപ്പോയി ഒളിച്ചിരുന്നാലും അത് അവിടെ വന്ന് ബ്രൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ബ്രൂക്ക് തിരിഞ്ഞു നോക്കാതെ ഓടി അവിടുന്ന് രക്ഷപ്പെട്ടു. ഇവിടെ ക്യാപ്റ്റൻ സ്മോക്കറും അദ്ദേഹത്തിന്റെ ആൾക്കാരും ആ വലിയ ബിൽഡിംഗിന്റെ മെയിൻ ഗേറ്റിന്റെ അവിടെ എത്തി. അവരിവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി മാസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അവസാനം അവരിവിടേക്ക് എത്തി. അതുകൊണ്ട് മാസ്റ്റർ തന്റെ കൂടെയുള്ള ഒരു വാർലോഡിനെ അവർ ഇതിന്റെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. ഒരു വാർലോഡ് വന്ന് സംസാരിച്ച് അവർ തിരിച്ചു പോയിക്കോളും. വേൾഡ് ഗവൺമെന്റിന്റെ ആൾക്കാരാണല്ലോ ഈ വാർലോഡ്. ഇപ്പൊ ആ മാസ്റ്റർ പറഞ്ഞയക്കുന്ന വാർലോഡ് ആരാണെന്ന് വെച്ചാൽ ട്രഫാൽഗർ ലോയാണ്. ലൂഫിയും സോറയും പോലെ വേസ്റ്റ് ജനറേഷനിലുള്ള മറ്റൊരു പൈററ്റ്. അതുപോലെ ലൂഫിയെ മറൈൻ ഫോളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അതേ ലോ തന്നെയാണ് ഇത്. ഈ ട്രഫാൽഗർ ലോ ഇപ്പൊ ഒരു വാർലോഡാണ്. അവൻ എങ്ങനെയാണ് വാർലോഡ് ആയതെന്ന് വെച്ചാൽ അവനൊരു ദിവസം 100 പൈററ്റ്സിന്റെ ഹൃദയം കെട്ടിപ്പൊതിഞ്ഞൊരു പെട്ടിയിലാക്കി മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അവനൊരു വാർലോഡ് ആയിട്ട് മാറി. അവൻ ചെയ്തു കൊടുത്ത സഹായത്തിന് വേൾഡ് ഗവൺമെന്റ് അവനൊരു വാർലോഡ് ആക്കി മാറ്റി. ഇപ്പൊ ഇവിടെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന ക്യാപ്റ്റൻ സ്മോക്കറിന്റെ അടുത്തേക്ക് ലോ നടന്നു വന്ന് അവരോട് അവിടുന്ന് പോകാൻ പറയുന്നു. പക്ഷെ ക്യാപ്റ്റൻ സ്മോക്കറും അദ്ദേഹത്തിന്റെ ആൾക്കാരും അവിടെ നിന്ന് പോകുന്നില്ല. കാരണം ഈ സ്ഥലത്തേക്ക് വരാൻ വേൾഡ് ഗവൺമെന്റിന്റെ ആർക്കും അനുമതിയില്ല. എന്നിട്ടും ലോ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് ക്യാപ്റ്റൻ സ്മോക്കറിന് അറിയാം. എന്നാൽ ക്യാപ്റ്റൻ സ്മോക്കറിനും അദ്ദേഹത്തിന്റെ ആൾക്കാർക്കും ഇവിടേക്ക് വരാൻ പാടില്ല. പക്ഷെ അവരിവിടേക്ക് വന്നത് സ്ട്രോ ഹാറ്റിനെ പിടിക്കാനാണെന്ന് ലോയോട് പറയുന്നു. അത് കേട്ട ലോയാവട്ടെ ഇവിടെ സ്ട്രോ ഹാറ്റ് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ആ ബിൽഡിംഗിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഞ്ചിയുടെ ടീം ഓടി വന്ന അവസാനം ഒരു അടച്ചു വെച്ച റൂം തുറന്ന് അതിന്റെ അകത്തേക്ക് കയറി. പക്ഷെ ആ റൂമിൽ ഒരുപാട് മരിച്ച ആൾക്കാരുടെ ഡെഡ് ബോഡി ഉണ്ട്. ആ ഡെഡ് ബോഡി മുഴുവൻ ഐസിന്റെ അകത്താണ്. അതുകൊണ്ട് പേടിച്ച് നമ്മുടെ സാഞ്ചിയുടെ ടീമും ആ കുട്ടികൾ അവിടുന്ന് തിരിഞ്ഞോടി. അങ്ങനെ അവരെല്ലാവരും നേരെ ഓടി വരുന്നത് ക്യാപ്റ്റൻ സ്മോക്കറിനോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോയുടെ അടുത്തേക്കാണ്. അങ്ങനെ ക്യാപ്റ്റൻ സ്മോക്കർ അവിടെ സ്ട്രോ ഹാറ്റ്സിനെ കണ്ടു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സാഞ്ചിയുടെ ടീം പുറത്തേക്ക് ഓടി വന്നത്. പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ അവർ കണ്ടത് ക്യാപ്റ്റൻ സ്മോക്കറും ഒരുപാട് നേവി സോൾജേഴ്സും. എടാ എല്ലാവരും വന്ന വഴി തന്നെ തിരിഞ്ഞോട്, ഇവിടെ സേഫ് അല്ല, പുറത്തൊരു പട തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നതുപോലെ അവരകത്തേക്ക് തന്നെ തിരിഞ്ഞോടി. പക്ഷെ ക്യാപ്റ്റൻ സ്മോക്കർ കാണാനുള്ളതെല്ലാം കണ്ടു. ലോയ അവരോട് കള്ളം പറഞ്ഞാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അവിടെ വെച്ച് ക്യാപ്റ്റൻ സ്മോക്കറും ലോയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ലോ ആദ്യം അവന്റെ പവർ ഉപയോഗിച്ചൊരു റൂം ക്രിയേറ്റ് ചെയ്തു. ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലോയുടെ ഈ റൂമിന്റെ അകത്ത് ഒരു ലോയും ഇല്ല. അതായത് നിയമങ്ങളൊന്നും ലോയ്ക്ക് ഒരു ബാധകമല്ല. അതിന്റെ അകത്ത് വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ആ റൂമിന്റെ അകത്ത് നിന്ന് ലോ അവന്റെ പവർ ഉപയോഗിച്ച് ക്യാപ്റ്റൻ സ്മോക്കറും അദ്ദേഹത്തിന്റെ ആൾക്കാരും വന്ന G5ന്റെ വാർഷിപ്പ് നശിപ്പിച്ചു. അതുകൊണ്ട് ഇനി അവർക്ക് അവിടുന്ന് പോകാൻ കഴിയില്ല. ഇപ്പോൾ ആ തണുപ്പുള്ള സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൂഫിയുടെ ടീമിനെ അവിടെ നിൽക്കുന്ന സെന്റോറുകളുടെ ബോസ് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവരും അവരുടെ കപ്പലും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. പോരാത്തതിന് ആ വെള്ളത്തിൽ ഒരുപാട് ഷാർക്കുകളുണ്ട്. അവരിലെ 2 പേര് ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സ് ആണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന സെന്റോറുകളുടെ ബോസ് വിചാരിച്ചു. ശരിയാണ്, അവരിലെ 2 പേര് ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സ് ആണ്. പക്ഷെ അവരുടെ കൂടെയുള്ള വൈസ് ക്യാപ്റ്റൻ ഡെവിൾ ഫ്രൂട്ട് യൂസർ അല്ലല്ലോ. സോറോ ആ ഷാർക്കുകളെ മുഴുവൻ വെട്ടിക്കൊന്നു. അപ്പൊ ആ സെന്റോറുകളുടെ ബോസ് പറഞ്ഞനുസരിച്ച് അവരെല്ലാവരും വീണ്ടും സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അപ്പൊ ആ സമയത്താണ് നേരത്തെ എവിടേക്കോ ഓടിപ്പോയ ബ്രൂക്ക് അവിടേക്ക് കൃത്യസമയത്തിന് വരുന്നത്. അവിടേക്ക് വന്ന ബ്രൂക്ക് സെന്റോറുകളെ മുഴുവൻ തടഞ്ഞ് അവരിലുള്ള കുറച്ചുപേരെ വെട്ടി താഴെ ഇട്ടു. അപ്പോഴാണ് സെന്റോറുകളുടെ ബോസ് നമ്മുടെ ലൂഫിയുടെ സ്ട്രോ ഹാറ്റ് ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോൾ അയാൾക്ക് നമ്മുടെ ലൂഫി ആരാണെന്ന് മനസ്സിലായി. ഇത്രയും സമയം അവർ ആരാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് പേടിച്ച് അവരവിടുന്ന് തിരിഞ്ഞോടുമ്പോ നമ്മുടെ ലൂഫിയുടെ ടീം അവരെ വെറുതെ വിടുന്നില്ല. ഈ തണുപ്പത്ത് അവർക്ക് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു. അതുകൊണ്ട് ലൂഫിയുടെ ടീം ആ സെന്റോറുകളെ പിടിച്ച് അവരുടെ ഡ്രസ്സ് എടുത്തിട്ടു. ആ സെന്റോറുകളുടെ ബോസിന്റെ പേരാണ് ബ്രൗൺ ബിയേഡ്. അയാളും മാസ്റ്ററിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ഇനി നമ്മുടെ ലൂഫിയുടെ ടീമിനെ ഈ തണുപ്പത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ബ്രൗൺ ബിയേഡ് ആണ്. ഇപ്പൊ ഇവിടെ മറൈൻസിന്റെ കൂടെ ലോ ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അകത്തേക്ക് ഓടിപ്പോകുന്ന സാഞ്ചിയുടെ ടീമിന്റെ ബോഡി പരസ്പരം സ്വിച്ച് ചെയ്ത് വിട്ടു. അതായത് അവരുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അങ്ങനെ ഇപ്പൊ സാഞ്ചിയുടെ ബോഡിക്കകത്ത് ചോപ്പറും നാമിയുടെ അകത്ത് സാഞ്ചിയും ഫ്രാങ്കിയുടെ അകത്ത് നാമിയും ചോപ്പറിന്റെ അകത്ത് ഫ്രാങ്കിയുമാണ് ഉള്ളത്. ലോ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ 4 പേരുടെയും ശരീരം പരസ്പരം മാറി. അതുകൊണ്ട് അവരുടെ ശരീരം പഴയതുപോലെ ആവാതെ അവർക്ക് അവിടുന്ന് പോകാൻ കഴിയില്ല. എന്നിട്ട് അവർ ആ കുട്ടികളെയും കൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറി നിന്നു. ഇവരുടെയൊക്കെ ശരീരം പരസ്പരം മാറ്റിവിട്ട ലോ ആവട്ടെ അതിനുശേഷം ക്യാപ്റ്റൻ സ്മോക്കറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ ലോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ സ്മോക്കറിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് പറഞ്ഞാലും അയാൾക്ക് ലോയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ലോ അവന്റെ പവർ ഉപയോഗിച്ച് ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയം മാത്രം പറിച്ചെടുത്തു. ലോയ്ക്ക് അവന്റെ റൂമിന്റെ അകത്ത് വെച്ച് എന്തും ചെയ്യാൻ കഴിയും. ഒരാളെ വെട്ടാം, അയാളെ നിന്നെടുത്ത് നിന്ന് മാറ്റാം, അങ്ങനെ പലതും ചെയ്യാൻ കഴിയും. അതിലൊന്നാണ് ഈ ഹൃദയം പറിച്ചെടുക്കുന്നത്. ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയം ഇപ്പൊ ലോയുടെ കയ്യിലാണ്. അങ്ങനെ ക്യാപ്റ്റൻ സ്മോക്കർ ബോധം കെട്ട് താഴെ വീണു. ഇവരുടെ ഈ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തേക്കാണ് നമ്മുടെ ലൂഫിയും ടീമും ബ്രൗൺ ബിയറിന്റെ പുറത്ത് കയറി വരുന്നത്. അവിടെ വെച്ച് ലോയെ കാണുന്ന ലൂഫിക്ക് സന്തോഷമാവുന്നുണ്ട്. അവനെ പണ്ട് രക്ഷപ്പെടുത്തിയത് ലോയും ജീമ്പയൊക്കെ ചേർന്നിട്ടാണല്ലോ. അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഒരു പൈററ്റ്സ് ആണെങ്കിൽ പോലും ലോ ചെയ്തു കൊടുത്ത സഹായത്തിന് ലൂഫിക്ക് അവനോട് നന്ദിയുണ്ട്. ഇപ്പൊ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലത്ത് വീണെടുക്കുന്ന ക്യാപ്റ്റൻ സ്മോക്കറിനെ കണ്ട് ലോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ടെഷിങ്കി ഓടി വരുന്നുണ്ട്. അപ്പൊ അത് കാണുന്ന ലോ ആവട്ടെ ടെഷിങ്കിയുടെ സ്മോക്കറിന്റെ ശരീരം സ്വിച്ച് ചെയ്ത് വിട്ടു. അതായത് അവരുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. എന്നിട്ട് ലോ അവിടേക്ക് വന്ന സ്ട്രോ ഹാറ്റ്സിനോട് എനിക്ക് പൊട്ടും സമയമില്ല, അതുപോലെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതേ അവിടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തൽക്കാലം അവിടേക്ക് പോയിക്കോ, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ലോ അവിടുന്ന് പോകുന്നു. അതുപോലെ ലോ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവർ സാഞ്ചിയും ടീമും ഉള്ള സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ അവസാനം നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടി. പക്ഷെ ഇപ്പോഴും പ്രശ്നങ്ങൾ
തീർന്നിട്ടില്ല. അവർക്ക് ആ കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കണം. അതുപോലെ അവരുടെ ശരീരം പഴയതുപോലെ മാറ്റവും വേണം. പക്ഷെ അതിൽ സാഞ്ചിക്ക് മാത്രം കുഴപ്പമില്ല. കാരണം സാഞ്ചി നാമിയുടെ ദേഹത്താണല്ലോ. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെയുള്ള സാമുറായുടെ പേരാണ് കിനിമോൻ. അയാൾക്കൊരു ഡബിൾ ഫുഡ് പവറും ഉണ്ട്. അയാളുടെ പവർ എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഏതൊരു സാധനവും ഡ്രസ്സാക്കി മാറ്റാൻ പറ്റും. അവിടെ നിൽക്കുന്ന സ്ട്രോ ഹാറ്റ്സിന് തണുക്കുന്നുണ്ട്. അതുകൊണ്ട് കിനിമോൻ അയാളുടെ പവർ ഉപയോഗിച്ച് അവർക്കെല്ലാവർക്കും തണുപ്പ് തടാനുള്ള ഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ ലൂഫിയും ടീം അവിടേക്ക് തിരിച്ചു വന്നത് കാരണം ലൂഫിയുടെ കയ്യിലുണ്ടായിരുന്ന കിനിമോന്റെ കാല് അയാൾക്ക് തന്നെ തിരിച്ചു കിട്ടി. അയാളുടെ മുഴുവൻ ശരീരവും തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും അയാൾക്ക് ഇപ്പൊ നടക്കാൻ പറ്റും. കിനിമോന്റെ ശരീരത്തിന്റെ മറ്റൊരു ഭാഗം അവിടെ വെച്ച് ബ്രൂക്ക് കണ്ടു എന്ന് പറയുമ്പോൾ അത് കേട്ട കിനിമോൻ ആ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോകുന്നു. ശേഷം ലൂഫി എവിടേക്ക് കൊണ്ടുവന്ന ബ്രൗൺ ബിയേഡ് അവരെയൊക്കെ സഹായിക്കുന്ന അവരുടെ മാസ്റ്റർ ആരാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഐലൻഡ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരുപാട് ജന്തുക്കളൊക്കെ ജീവിച്ചിരുന്ന മരങ്ങളൊക്കെയുള്ള പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. അന്ന് ഇവിടെ വേൾഡ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ഡോക്ടർ വെഗാപങ്കിന്റെ വെപ്പൺസും കെമിക്കൽസും ഉണ്ടാക്കുന്ന അത് പരീക്ഷണങ്ങൾ ചെയ്യുന്ന ഒരു ലബോറട്ടറി അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ ലബോറട്ടറിയിലേക്ക് പരീക്ഷണങ്ങൾ നടത്താൻ വേൾഡ് ഗവൺമെന്റ് ഒരുപാട് പ്രിസണേഴ്സിനെ എവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പന്നികളെ ഉപയോഗിക്കുന്നത് പോലെ ആ മനുഷ്യന്മാരെ ഉപയോഗിച്ച് അവർ പരീക്ഷണങ്ങൾ നടത്തി. പക്ഷെ ഒരു ദിവസം അവർ ചെയ്തുകൊണ്ടിരുന്ന കെമിക്കൽ എക്സ്പെരിമെന്റിലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ച് അതിലെ 2 ലബോറട്ടറി പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഈ ഐലൻഡ് മുഴുവൻ പോയിസൺ ഗ്യാസ് പടർന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാതും നശിച്ചു. ജീവികൾ, ചെടികൾ, മരങ്ങൾ, അങ്ങനെ എല്ലാം. അതുകൊണ്ട് വെഗാപങ്കും വേൾഡ് ഗവൺമെന്റിലെ ആൾക്കാരും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അവർ എക്സ്പെരിമെന്റ് ചെയ്യാൻ കൊണ്ടുവന്ന പ്രിസണേഴ്സിനെ മാത്രം അവർ തിരിച്ചു കൊണ്ടുപോയില്ല. അതുപോലെ ആ പോയിസൺ ഗ്യാസ് കാരണം അവർ മരിച്ചൊന്നും പോയില്ല. പകരം അവരുടെ അരയ്ക്ക് താഴത്തേക്ക് തളർന്നു. അവർക്ക് ഒരിക്കലും നടക്കാൻ കഴിയില്ല. പക്ഷെ ഒരു വർഷത്തിന് ശേഷം അവിടേക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ മാസ്റ്റർ വന്നു. എന്നിട്ട് അയാളുടെ പവർ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന പകുതിയോളം പോയിസൺ ഗ്യാസ് ഇല്ലാതാക്കി. നടക്കാൻ പറ്റാതിരുന്ന പ്രിസണേഴ്സിനെ സഹായിച്ചു. ബ്രൗൺ ബീഡ് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഒരു പൈററ്റ് ആയിരുന്നു. അപ്പൊ വേസ്റ്റ് ജനറേഷനിലുള്ള ബെസിൽ ഹോക്കിൻസ് എന്ന് പറയുന്ന ഒരു പൈററ്റ് ബ്രൗൺ ബീഡിനെ അയാളുടെ ക്രൂവിനെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കി. പക്ഷെ അതിൽ നിന്ന് ബ്രൗൺ ബീഡ് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഈ ഐലൻഡിലേക്ക് എത്തിച്ചേർന്നു. അന്ന് ബ്രൗൺ ബീഡിനെ സഹായിച്ചത് ഈ മാസ്റ്റർ ആണ്. അതിനുശേഷം കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടേക്ക് വാർലോഡായ ലോ വന്നത്. എന്നിട്ട് ലോ അവന്റെ പവർ ഉപയോഗിച്ച് ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന പ്രിസണേഴ്സിന് ഓരോ ജീവികളുടെ കാല് വെച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവരൊക്കെ സെന്റോറുകളെ പോലെ ആയത്. ഇവരെയൊക്കെ സഹായിച്ച മാസ്റ്റർ ഒരു നല്ല മനുഷ്യനാണെന്നാണ് ബ്രൗൺ ബീഡ് സ്ട്രോ ഹാറ്റ്സിന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അവർ വിചാരിക്കുന്നത് പോലെ അയാൾ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അയാളാണെന്ന് ക്യാപ്റ്റൻ സ്മോക്കറിന് മനസ്സിലായി. കാരണം ക്യാപ്റ്റൻ സ്മോക്കറിന് ഇവിടെ ശരിക്കും നടന്നത് എന്താണെന്ന് അറിയാം. പണ്ട് ഇവിടെ വേൾഡ് ഗവൺമെന്റിന്റെ ഒരു ലബോറട്ടറി ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള സയന്റിസ്റ്റ് വെഗാപങ്ക് ആണ് അവിടെ നടത്തിയിരുന്ന എക്സ്പെരിമെന്റുകൾക്കെല്ലാം നേതൃത്വം കൊടുത്തു വന്നത്. അന്ന് വെഗാപങ്കിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് ഇവരെല്ലാം മാസ്റ്റർ എന്ന് വിളിക്കുന്ന അയാളുടെ പേരാണ് സീസർ. അന്ന് വെഗാപങ്ക് പറഞ്ഞനുസരിക്കാതെ സീസർ ഒരുപാട് ആപത്തായിട്ടുള്ള പോയിസൺ ഗ്യാസുകൾ ഉപയോഗിച്ച് എക്സ്പെരിമെന്റുകൾ ചെയ്തു. അപ്പൊ വെഗാപങ്ക് സീസറിനെ തടയാൻ ശ്രമിച്ച സമയത്താണ് സീസർ അവനുണ്ടാക്കിയ പോയിസൺ ഗ്യാസുകൾ ഉപയോഗിച്ച് ആ സ്ഥലം മുഴുവൻ നശിപ്പിച്ചത്. അപ്പൊ എല്ലാത്തിനും കാരണം ഈ സീസറാണ്. വെഗാപങ്കിന് ഇതിൽ യാതൊരു പങ്കുമില്ല. പക്ഷെ സീസറിന്റെ കൂടെയുള്ള ആൾക്കാർക്കൊന്നും ഈ സത്യങ്ങൾ അറിയില്ല. അവര് സീസർ പറയുന്ന കള്ളങ്ങളൊക്കെ വിശ്വസിച്ച് സീസർ അവരെ രക്ഷിക്കാമെന്ന ആളാണെന്നാണ് അവരുടെ വിചാരം. ഈ സത്യങ്ങളൊക്കെ അറിയുന്ന നമ്മുടെ ക്യാപ്റ്റൻ സ്മോക്കർ അദ്ദേഹത്തിന്റെ ആൾക്കാരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യവും ക്യാപ്റ്റൻ സ്മോക്കറിന് മനസ്സിലായി. അതുകൊണ്ട് ഇനി അടുത്തത് അത് വേൾഡ് ഗവൺമെന്റിനെ അറിയിക്കണം. പക്ഷെ അവരുടെ അടുത്ത് ഇപ്പോൾ ഒരു കപ്പലില്ല. അതുകൊണ്ട് ലബോറട്ടറിയുടെ അടുത്തുള്ള ഏതെങ്കിലും കപ്പൽ മോഷ്ടിച്ച് അവരവിടുന്ന് രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു. ഇപ്പൊ നാമയുടെ ശരീരത്തിലുള്ള സാഞ്ചി ആ സാമുറായി അയാളുടെ ബാക്കിയുള്ള ശരീരം അന്വേഷിച്ച് പോയ കാര്യം അറിഞ്ഞു. അയാളെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നത് സാഞ്ചിയാണ്. അതുകൊണ്ട് അയാൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ഉത്തരവാദിത്വം സാഞ്ചിക്കാണ്. അല്ലെങ്കിൽ സാഞ്ചിക്ക് അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാമയുടെ ദേഹത്തുള്ള സാഞ്ചി അയാളെ അന്വേഷിച്ച് പോകാൻ തുടങ്ങുന്നു. പക്ഷെ സാഞ്ചി ഒറ്റയ്ക്ക് പോകുന്നത് ശരിയാവില്ല. അതുകൊണ്ട് കിനിമോനെ കണ്ടുപിടിക്കാൻ വേണ്ടി നാമയുടെ ദേഹത്തുള്ള സാഞ്ചിയുടെ കൂടെ സോറോയും ബ്രൂക്കും പോവുകയാണ്. സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെയുള്ള ജയന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരെ ഈ ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർക്കുള്ള അസുഖം എന്താണെന്ന് അറിയാൻ വേണ്ടി ചോപ്പർ ആ കുട്ടികളെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ആ സമയത്ത് ഇത്രയും നേരം കുഴപ്പമില്ലാതിരുന്ന ആ കുട്ടികളാവട്ടെ പെട്ടെന്ന് എന്തോ വിചിത്രമായിട്ട് പെരുമാറാൻ തുടങ്ങി. ആ ജയന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടികൾ പെട്ടെന്നാണ് അക്രമകാരികളായിട്ട് മാറിയത്. അപ്പൊ ആ കുട്ടികളെ ടെസ്റ്റ് ചെയ്ത് ചോപ്പറും ഷോക്ക് ആവുന്നുണ്ട്. കാരണം ആ കുട്ടികൾക്ക് അസുഖമൊന്നുമില്ല. പക്ഷെ അവരുടെ ശരീരത്തിൽ ഒരു ഡ്രഗ് ഉണ്ട്, ഒരു ലഹരി. അതായത് ആ കുട്ടികൾ ഡ്രഗ്സിന് അടിമയാണ്. അവർക്ക് അതില്ലാതെ പറ്റില്ല. ഇപ്പോഴാണ് നമ്മുടെ ചോപ്പറിന് സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. ആ കുട്ടികൾക്ക് ശരിക്കും അസുഖമൊന്നുമില്ല. പക്ഷെ അവരുടെ പാരന്റ്സിനോട് അവർക്ക് എന്തൊക്കെയോ അസുഖം ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് സീസർ ആ കുട്ടികളെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ സീസറിന്റെ എക്സ്പെരിമെന്റ് കാരണം ഈ കുട്ടികൾ ജയന്റ് ആയിട്ട് മാറി. അതുപോലെ ആ കുട്ടികൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയാതിരിക്കാൻ വേണ്ടി സീസർ അവർക്ക് എല്ലാ ദിവസവും ഒരു മുട്ടായി ആണെന്ന് പറഞ്ഞ് കുറഞ്ഞ അളവിൽ ഒരു ഡ്രഗ് കൊടുക്കും. പക്ഷെ അതൊരു ഡ്രഗ് ആണെന്ന് ആ കുട്ടികൾക്ക് അറിയില്ല. അതൊരു മുട്ടായി ആണെന്ന് വിചാരിച്ച് അവരെന്നും തിന്നും. അങ്ങനെ അവർ ആ ഡ്രഗിന് അടിമയായിട്ട് മാറി. അതുകൊണ്ട് അവർക്ക് ആ മുട്ടായി കിട്ടാതാവുമ്പോഴാണ് ആ കുട്ടികൾ ഇങ്ങനെ അക്രമകാരികളായിട്ട് മാറുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ചോപ്പറിന് ഒരുപാട് ദേഷ്യം വന്നു. ആ പാവം കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അറിയുമ്പോൾ ചോപ്പറിന് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഒരു കാര്യം തീരുമാനിച്ചു. സീസർ എന്ന് പറയുന്ന നാറിയെ അടിച്ച് പരത്തിയിട്ട് ഈ കുട്ടികളെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ആക്കുമെന്ന്. സ്ട്രോ ഹാറ്റ്സ് ഒരു കാര്യം തീരുമാനിച്ചത് ചെയ്തിരിക്കും. സീസറിന്റെ ചന്തി അടിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. ഇപ്പൊ ആ ഡ്രഗ് കിട്ടാൻ വേണ്ടി വയലന്റ് ആവുന്ന ആ കുട്ടികളെ ഊസോപ്പ് കുറച്ച് സമയത്തേക്ക് ബോധം കെടുത്തി. എന്നിട്ട് അവരെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടു. എന്നിട്ട് സീസറിനെ പിടിക്കാൻ വേണ്ടി ലൂഫി, ഊസോപ്പ്, റോബിൻ, അതുപോലെ ചോപ്പറിന്റെ ദേഹത്തുള്ള ഫ്രാങ്കി ഇവരെല്ലാവരും പോകുന്നു. ആ കുട്ടികളെ നോക്കാൻ വേണ്ടി ഫ്രാങ്കിയുടെ ദേഹത്തുള്ള നാമിയും സാഞ്ചിയുടെ ദേഹത്തുള്ള ചോപ്പറും അവിടെ നിന്നു. ഈ സമയത്ത് ലോ സീസറിന്റെ അടുത്തേക്ക് വന്ന് ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയം സീസറിന് കൊടുത്തു. ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തുള്ള ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് ക്യാപ്റ്റൻ സ്മോക്കർ ഇവിടെ വിട്ട് എവിടേക്കും പോകാനും പാടില്ല. കുറച്ചു മാസങ്ങൾക്ക്
മുമ്പ് വാർലോഡായ ലോ സീസറിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടേക്ക് വന്നു. എന്നിട്ട് സീസറിന് വേണ്ട സഹായം എല്ലാം ലോ ചെയ്തു കൊടുക്കാം, അതിനു പകരം ലോയെ അവിടെ നിൽക്കാൻ സമ്മതിച്ചാൽ മതി. അതുകൂടാതെ ലോയെ അവിടെ നിൽക്കുന്ന കാര്യം ഒരിക്കലും ജോക്കർ അറിയാൻ പാടില്ല. അവൻ അവിടെ ഉള്ളത് സീസർ ജോക്കറിനോട് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് ലോ ഇവിടേക്ക് വന്ന് സീസറിനെ സഹായിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ സംഭവവും സീസർ അപ്പോ ജോക്കർ എന്ന് പറയുന്ന ആളെ വിളിച്ചറിയിക്കും. സീസറിന്റെ ബോസ് ആണ് ഈ ജോക്കർ. എന്നാലും ആരായിരിക്കും ഈ ജോക്കർ? ലോ വരെ ജോക്കറിനെ പേടിക്കുന്നുണ്ടെങ്കിൽ ഈ ജോക്കർ ചില്ലറക്കാരനല്ല. ഇപ്പൊ ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയം ലോ സീസറിന് കൊടുത്തിട്ട് അവിടെ നിന്ന് എവിടേക്കോ പോവാണ്. അതുപോലെ ക്യാപ്റ്റൻ സ്മോക്കറും അദ്ദേഹത്തിന്റെ ആൾക്കാരും കപ്പൽ മോഷ്ടിക്കാൻ വരുമ്പോ അവരെ തടയാൻ വേണ്ടി സീസർ അവന്റെ ആൾക്കാരെ ഒരുക്കി നിർത്തി. കൂടാതെ സ്ട്രോ ഹാറ്റ്സിനെ കൊല്ലാൻ രണ്ട് വലിയ ജയന്റ് ആയിട്ടുള്ള മോൺസ്റ്റേഴ്സിനോട് സീസർ പറഞ്ഞു. അവരെ വിളിക്കുന്നത് സ്നോ മൗണ്ടൻ കില്ലേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ അവരെ യതി എന്നും വിളിക്കും. അവർ രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. അവർക്ക് ഈ ഐലൻഡിലുള്ള മുഴുവൻ സ്ഥലവും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഒളിച്ചിരുന്നിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അവരോട് സീസർ പറഞ്ഞത് സ്ട്രോ ഹാറ്റ്സിനെ മുഴുവനും കൊല്ലണം, അതുപോലെ അവരുടെ കൂടെയുള്ള സൈബോർഗിനെയും ആ കുട്ടികളെയും സുരക്ഷിതമായിട്ട് പിടിച്ചോണ്ട് വരണം. പിന്നെ അവരെ പിടിച്ചു വെച്ച ബ്രൗൺ ബീഡിനെയും കൊല്ലണം. ഇതനുസരിച്ച് അവർ ആദ്യം കിനിമോനെ അന്വേഷിച്ചു പോകുന്ന സോറോ, ബ്രൂക്ക്, നാമയുടെ ദേഹത്തുള്ള സാഞ്ചിയെ അറ്റാക്ക് ചെയ്യുന്നു. ആ രണ്ടുപേരും അവർക്ക് നേരെ ഒരു സ്മോക്ക് ബോംബ് ഇട്ട് അവരുടെ ബോധം കെടുത്തി മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. അങ്ങനെ അവരെ മൂന്നുപേരെയും കൊന്നു എന്ന് പറഞ്ഞ് ആ രണ്ട് ബ്രദേഴ്സ് അടുത്തതായിട്ട് പോയത് ആ കുട്ടികളെ പിടിക്കാനാണ്. അവിടേക്ക് എത്തിയതിനു ശേഷം അവർ ആദ്യം ചെയ്തത് ബ്രൗൺ ബീഡിനെ അറ്റാക്ക് ചെയ്ത് താഴെ ഇട്ടു. ബ്രൗൺ ബീഡ് ഇത്രയും സമയം മാസ്റ്റർ നല്ലവനാണ്, അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം അയാൾ തന്നെ ബ്രൗൺ ബീഡ് ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് അവന്റെ ആൾക്കാരോട് തന്നെ കൊല്ലാൻ പറഞ്ഞു. ഇപ്പൊ അവിടെ നടക്കുന്ന ശബ്ദം കേട്ട് നമ്മുടെ ലൂഫി എവിടേക്ക് തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴേക്കും ആ രണ്ട് ബ്രദേഴ്സ് ഫ്രാങ്കിയുടെ ദേഹത്തുള്ള നാമിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് നാമിയെ രക്ഷിക്കാൻ വേണ്ടി ലൂഫിയും ചോപ്പറിന്റെ ദേഹത്തുള്ള ഫ്രാങ്കിയുമാണ് പോകുന്നത്. അപ്പൊ ചോപ്പറിന്റെ ദേഹത്തുള്ള ഫ്രാങ്കി ചോപ്പർ ഉപയോഗിക്കുന്നത് പോലെ ഒരു റംബിൾ ബോൾ എടുത്ത് തിന്നു. ചോപ്പറിന്റെ അകത്തുള്ള ഫ്രാങ്കിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഫ്രാങ്കി വിചാരിച്ചത്. പക്ഷെ ഫ്രാങ്കിക്ക് ഒരു റംബിൾ ബോൾ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവൻ കൺട്രോൾ വിട്ട് ഒരു വലിയ മോൺസ്റ്റർ ആയിട്ട് മാറി. എന്നിട്ട് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ ലൂഫിയുടെ പുറകെ പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവരെ അറ്റാക്ക് ചെയ്ത ആ യതി ബ്രദേഴ്സിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവിടെ വെച്ച് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ക്യാപ്റ്റൻ സ്മോക്കറും അദ്ദേഹത്തിന്റെ ആൾക്കാരും കപ്പൽ മോഷ്ടിക്കാൻ വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന സീസറിന്റെ ആൾക്കാരുടെ കൂടെ ക്യാപ്റ്റൻ സ്മോക്കറും അദ്ദേഹത്തിന്റെ ആൾക്കാരും ഫൈറ്റ് ചെയ്യും. ഇവിടെ ഇപ്പൊ ലൂഫി ആ യതി ബ്രദേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ലൂഫിക്ക് അവരെ അടിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ പെട്ടെന്ന് മാറിക്കളയും. അതുപോലെ ഓരോ ഭാഗത്ത് ഒളിച്ചിരിക്കും. അതുകൊണ്ട് ലൂഫിക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കൺട്രോൾ നഷ്ടപ്പെട്ട ചോപ്പറിന്റെ അകത്തുള്ള ഫ്രാങ്കി ആ രണ്ടുപേരിലെ ഒരു യതി ബ്രദറിനെ അടിച്ച് താഴെയിട്ടു. അപ്പൊ മറ്റേ ബ്രദർ പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചുകൊണ്ടുവന്ന ഫ്രാങ്കിയെ എടുത്ത് അവിടെ നിന്ന് മലയുടെ മുകളിലേക്ക് കയറി പോവാണ്. അപ്പൊ ലൂഫിക്ക് പെട്ടെന്ന് ആ യതിയുടെ പുറകെ പോകാൻ കഴിയുന്നില്ല. ഈ സമയത്താണ് ആ യതിയുടെ അടുത്തേക്ക് ലോ നടന്നു വരുന്നത്. ലോ സീസറിന്റെ ആളാണല്ലോ, അതുകൊണ്ട് ആ യതി ലോയോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ലോ അവന്റെ പവർ ഉപയോഗിച്ച് ആ യതി പോലും പ്രതീക്ഷിക്കാതെ അതിനെ വെട്ടി രണ്ട് കഷ്ണമാക്കി. എന്നിട്ടൊരു ഷോക്ക് അറ്റാക്ക് കൊടുത്ത് താഴെയിട്ടു. അങ്ങനെ ലോ ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ലൂഫിയോട് ലോ പറയും, ഈ ന്യൂ വേൾഡിൽ നമുക്ക് അതിജീവിക്കണമെങ്കിൽ രണ്ട് വഴിയാണുള്ളത്. ഒന്നെങ്കിൽ ഈ ലോകത്തിലുള്ള 4 എംപറേഴ്സിന്റെ കാൽക്കീഴിൽ കിടന്ന് അവർക്ക് വേണ്ടി പണിയെടുക്കണം, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് നിൽക്കണം. ഈ പറഞ്ഞതിൽ ഒരാളുടെ കാൽക്കീഴിൽ നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് എനിക്കറിയാം. അതെ, ഞാൻ എപ്പോഴും ഒരു ക്യാപ്റ്റൻ ആയിരിക്കും. എന്നാ ശരി, നമുക്ക് രണ്ടുപേർക്കും ഒരു ടീമായിട്ട് പ്രവർത്തിക്കാം. നീ എന്റെ കൂടെ ചേർന്നാൽ നമുക്കത് ചെയ്യാൻ കഴിയും. 4 എംപറേഴ്സിലെ ഒരു എംപററെ മുട്ടുകുത്തിക്കാൻ എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. നീ എനിക്ക് വേണ്ടി ഒരു മതയാനയെ കൊല്ലണം. ആ എംപററിന്റെ പേരാണ് കൈഡോ. ആ പേര് കേട്ട ലൂഫി ആവട്ടെ, അത് ഷാങ്സ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലോയുടെ കൂടെ ടീം ആവാൻ സമ്മതിച്ചു. ഈ കാര്യം പറയുന്ന ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് ലൂഫിയോട് അവന്റെ കൂടെ ടീം ആവണ്ട, നമുക്ക് അവനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ലൂഫി അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അതിനുശേഷം ലോ ഫ്രാങ്കിയും ചോപ്പറിനെയും അവരുടെ പഴയ ബോഡിയിലേക്ക് തന്നെ തിരിച്ചു മാറ്റി. അതുകൊണ്ട് ഇപ്പൊ സാഞ്ചിയുടെ ബോഡിയിൽ നാമയാണുള്ളത്. ലൂഫി ലോയോട് ആ കുട്ടികളെ അവർക്ക് സഹായിക്കണമെന്ന് പറയുന്നു, അതുപോലെ ആ സാമുറയെയും. അതുകൊണ്ട് ലോ ആദ്യം ആ കുട്ടികൾ കഴിക്കുന്ന ഡ്രഗ് ഏതാണെന്ന് അറിയാൻ വേണ്ടി സീസറിന്റെ ലബോറട്ടറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതുപോലെ ലോയുടെ കൂടെ ചോപ്പറും പോകുന്നുണ്ട്. പക്ഷെ നേരത്തെ ചോപ്പറിന്റെ ബോഡിക്കകത്തിരുന്ന് ഫ്രാങ്കി ഓരോന്ന് കാണിച്ചു കൂട്ടിയതുകൊണ്ട് ഇപ്പൊ ചോപ്പറിന് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഊസോപ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലോയുടെ തലയിൽ ചോപ്പറിനെ കെട്ടിവെച്ച് പറഞ്ഞയക്കാൻ ശ്രമിക്കും. പക്ഷെ ലോ ചോപ്പറിനെ അവന്റെ വാളിന്റെ അറ്റത്ത് കെട്ടി തൂക്കിയിട്ട് അവിടുന്ന് പോകുന്നതിന് മുമ്പ് സീസറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സ്ട്രോ ഹാറ്റ്സിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. സീസർ വേൾഡ് ഗവൺമെന്റിന്റെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. പക്ഷെ അവൻ തെറ്റ് ചെയ്തതുകൊണ്ട് അവന് വേൾഡ് ഗവൺമെന്റ് പുറത്താക്കി. അവന്റെ തലയ്ക്ക് 300 മില്യൺ ബെറിയുണ്ട്. കൂടാതെ ഒരു ലോജിയ ടൈപ്പ് ഡബിൾ ഫ്രൂട്ട് യൂസർ ആണ് അവൻ. അവന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ പേരാണ് ഗ്യാസ് ഫ്രൂട്ട്. ആ പവർ ഉപയോഗിച്ച് അവന് പോയിസൺ ഗ്യാസ് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഹാക്കി ഉപയോഗിക്കാൻ കഴിയാത്തവര് അവന്റെ മുമ്പിലേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സും ലോയും അവനെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്, പകരം അവർക്ക് അവനെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകണം. ഇതൊക്കെ ലോയുടെ പ്ലാന്റെ ഭാഗമാണ്. സീസറിനെ ഉപയോഗിച്ച് അവർക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. പക്ഷെ സീസറും വെറുതെ ഇരിക്കില്ല. സീസർ അവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. സീസറിന്റെ കയ്യില് സ്മൈലി എന്ന് പറയുന്ന ഒരു വലിയ മോൺസ്റ്റർ ഉണ്ട്. ആ മോൺസ്റ്റർ മുഴുവനും പോയിസൺ ആണ്. അതിനെ അവൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ ഐലൻഡിൽ ഉണ്ടായിരുന്ന പോയിസൺസ് ഉപയോഗിച്ചിട്ടാണ് അവൻ ആ സ്മൈലി എന്ന് പറയുന്ന മോൺസ്റ്ററിനെ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരെയും കൊല്ലാൻ വേണ്ടി സീസർ അവന്റെ ആ സ്മൈലിയെ തുറന്നു വിട്ടു. അത് അവന്റെ ഒരു പെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ അടുത്തേക്ക് ആര് പോയാലും അവർ മരിച്ചു വീഴും. കാരണം ഒരുപാട് പോയിസൺ ഗ്യാസ് അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരും. നേരത്തെ മലയുടെ മുകളിൽ നിന്ന് വീണ് നമ്മുടെ സോറോ, ബ്രൂക്ക്, നാമയുടെ ദേഹത്തുള്ള സാഞ്ചി അവർക്കൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് ബോധം വരുന്ന അവർ 3 പേരും കിനിമോനെ അന്വേഷിച്ച് വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. അവസാനം അവർ കിനിമോനെ കണ്ടുപിടിച്ചു. കിനിമോൻ ഇപ്പൊ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കിനിമോൻ അന്വേഷിച്ചു പോയ അയാളുടെ ബോഡി എവിടെയോ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട്. അയാൾ ഒരു ഡബിൾ ഫ്രൂട്ട് യൂസർ ആണല്ലോ, അതുകൊണ്ട് അയാൾക്ക് വെള്ളത്തിലേക്ക് വീഴുന്നത് പ്രശ്നമാണ്. ഇപ്പോൾ അയാൾ സ്ട്രോ
ഹാറ്റ്സിനെ കാണുമ്പോൾ അയാളുടെ അഭിമാനം കാരണം അയാൾക്ക് എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അയാളെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നു. അത് കേട്ട നാമിയുടെ അകത്തുള്ള സാഞ്ചി ആവട്ടെ, എനിക്കറിയാൻ നിനക്ക് നീന്താൻ കഴിയില്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. അത് കേട്ട കിനിമോൻ അവരോട്, നിങ്ങൾ എന്തിനാ എന്നെ സഹായിക്കുന്നേ, നിങ്ങളൊരു പൈററ്റ് അല്ലേ? അതിന് നാമിയുടെ അകത്തുള്ള സാഞ്ചി, നിനക്കിപ്പോ എന്ത് സംഭവിച്ചാലും അതിനുള്ള ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞ് അവർ കിനിമോനെയും കൊണ്ട് അയാളുടെ ബാക്കിയുള്ള ശരീരം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്താണ് ആ വലിയ സ്മൈലി അവർക്ക് നേരെ വരുന്നത്. ഇതേ സമയത്ത് ലോ ചോപ്പറിനെയും കൊണ്ട് സീസറിന്റെ സ്ഥലത്ത് നിന്ന് ആ ഡ്രഗ് കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നു പോകുമ്പോൾ, നിനക്ക് ഒരുപാട് ശക്തിയില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നീ സീസറിനെ പിടിക്കാത്തെ എന്ന് ചോപ്പർ ചോദിക്കുന്നു. അതിന് ലോ പറയുന്നതാവട്ടെ, എനിക്ക് സീസറിനെ പിടിക്കാൻ കഴിയില്ല, അതിനൊരു കാരണമുണ്ട്, പക്ഷെ അവനെ പിടിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ലോക്ക് സീസറിനെ എന്തോ ഒരു കാരണം കൊണ്ട് നേരിട്ട് പിടിക്കാൻ കഴിയില്ല, അത് എന്തുകൊണ്ടാണെന്ന് ലോ പറയുന്നില്ല. ഇപ്പൊ സീസറിനെ പിടിക്കാൻ വേണ്ടി വരുന്നത് നമ്മുടെ ലൂഫിയും ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സും ആണ്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് വളഞ്ഞ വഴി വരാനൊന്നും താല്പര്യമില്ല, അവർക്ക് നേരെ തന്നെ വരണം. അതുകൊണ്ട് ലൂഫി ഒരു ബലൂണായിട്ട് മാറി. എന്നിട്ട് എല്ലാവരും ലൂഫിയുടെ പുറത്ത് കയറി വരുന്നു. അങ്ങനെ അവർ നേരെ വന്ന് ഇടിച്ചിറങ്ങുന്നത് ക്യാപ്റ്റൻ സ്മോക്കറും അദ്ദേഹത്തിന്റെ ആൾക്കാരും സീസറിന്റെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ കണ്ടു. ഡാ മാസ്റ്റർ നാറി, മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് ലൂഫി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്.